ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കനാൽ റോഡിലൂടെയാണ്. വേസു കനാൽ റോഡ്, അതാണ് ഈ റോഡിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാം, ഈ വലതുവശത്ത് നമുക്ക് നടക്കാനും അങ്ങനെ തന്നെ ചെറിയൊരു ഗാർഡൻ ആണ് ഈ റോഡിൻ്റെ വശത്തുള്ളത്. ഏകദേശം 2 കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ മറുവശത്ത്, അതായത് ഈ ഗാർഡൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത്, അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇടയ്ക്ക് എൻട്രി ഉണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. 2 വീലറും 4 വീലറും പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും അവിടെയുണ്ട്. അതിനുശേഷം ആർക്കെങ്കിലും വാക്കിംഗ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതേപോലെ 3 വരി പാത. ഇവിടെ ഫുഡ് കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ നൈറ്റിൽ ഫുഡ് കഴിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെ മറ്റൊന്നുമല്ല, ഗുജറാത്തിലെ സൂറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ആളുകൾ സാറ്റർഡേ സൺഡേ അല്ലാതുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും സാറ്റർഡേ സൺഡേയിൽ അവർ വീട്ടിൽ നിന്നും ആഹാരങ്ങൾ പാകം ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് പുറത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത്. അങ്ങനെ ഫാമിലിയായിട്ട് ഒത്തൊരുമിച്ച് പോവുകയും അങ്ങനെ ഒരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് ഇവിടെ ഒരുപാട് മുന്നിൽ തന്നെയാണ്. മലയാളി ഫുഡുകൾ അങ്ങനെ അധികമില്ല എങ്കിലും ബാക്കിയുള്ള ഇതിലേക്ക് നല്ലൊരു ചാൻസാണ്. അങ്ങനെ ഇവിടെ ഒരു ഹോട്ടലോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ നമ്മൾ ഈ ധാബ എന്ന് പറയുന്ന അതുപോലുള്ളതൊക്കെ നല്ല വിജയകരമാണ് ഇവിടെ. കാരണം ഇവിടുത്തെ പബ്ലിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ആഹാരം ഇഷ്ടപ്പെടുന്നവരും അങ്ങനെ ആഹാരങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഇതാണ്. അങ്ങനെ പല പല ഐറ്റംസാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഫുഡിൻ്റെ തന്നെ. നമ്മളിപ്പം സെർച്ച് ചെയ്താൽ തന്നെ നമുക്കറിയാൻ തന്നെ പറ്റും. ഈ പല പല വെറൈറ്റി ഐറ്റംസ് സൂറത്തിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനിരുദ്ധ്വാർ അല്ലെങ്കിൽ ബട്ടാർ ആ ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ അനിരുദ്ധ്വാറിൽ നിന്നും ഇപ്പം ഞാൻ പോകുന്നത് സയൻസ് സെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള റോഡാണിത്. ഇത് പഴയ എന്താ പറയുന്നത് സിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ്. ഇത് വളരെ പോഷ് ഏരിയ ആണ്. അതായത് ഇവിടുത്തെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളിലുമൊക്കെ നല്ല റേറ്റുള്ള ഒരു ഇതാണ്. ഇവിടെ ബ്രാൻഡ് ആണ് കൂടുതലുള്ളത്. പക്ഷെ ഇതിലാണ് ഒരുപാട് ബ്രാൻഡുകൾ വന്നിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ്. കാണാം, സ്റ്റുഡിയോ, വെസ്റ്റ് സൈഡ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഈ ബിൽഡിങ്ങിൽ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ആ ഒരു ഗെയിം സോൺ വകരെയും കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. ഇവിടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഒരു ട്രെൻഡിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് ജ്യൂസാണ്, അതായത് ബിസ്മില്ല. അവിടുത്തെ ഐസ്ക്രീം ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. നമ്മൾ സൂറത്ത് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിൽ തന്നെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ജ്യൂസ് സെൻ്ററാണ് ബിസ്മില്ല. ഈ വലതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ സയൻസ് സെൻറ്റർ. ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് എന്താ പറയുന്നത് ഓഡിറ്റോറിയം പോലാണ്. ഇതാണ് ഇവിടുത്തെ സയൻസ് സെൻറ്റർ. ഇത് വളരെ പ്രയോജനമുള്ളതും. ഇതാണ് സൂറത്തിൻ്റെ സയൻസ് സെൻറ്റർ.
സൂറത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ വീഡിയോകൾക്കും എൻ്റെ യൂട്യൂബ് ചാനലായ മല്ലു ഇൻ ഗുജറാത്ത് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ടൈമിൽ കിട്ടും. അപ്പോൾ അത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടുള്ളവരാണ്, സൂറത്തിനെ പറ്റിയൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ, കൂടുതലും ഞാൻ സൂറത്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ടൂർ ആവശ്യത്തിനായിട്ടോ പോകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളും ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി ഞാൻ ഡെയിലി ഒരു വീഡിയോ ഈ ഒരു ഏരിയയിൽ എടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അതുവരേക്കും നന്ദി, നമസ്കാരം.